വെൽക്കം ബാക്ക് ടു ഷീനൂസ് ചാനൽ. ഇന്ന് ഞാനുണ്ടല്ലോ ചെടികൾക്ക് കൊടുക്കുന്ന നല്ലൊരു ഫെർട്ടിലൈസിങ്ങിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഫെർട്ടിലൈസിങ് മാത്രമല്ല, കീടങ്ങളൊക്കെ നശിപ്പിക്കാൻ പറ്റിയ നല്ലൊരു സൊല്യൂഷൻ കൂടെ ഇതിൽ കൂടെ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതിലിപ്പം ഞാൻ 2 പഴത്തൊലി എടുത്തിട്ടുണ്ട്, പിന്നെ 2-3 കോഴിമുട്ടത്തുണ്ട്, പിന്നെ ബീട്രൂട്ട് ഉണ്ടല്ലോ, ഒരു വലിയ ബീട്രൂട്ട് ഞാൻ എടുത്തിട്ട് അതിൻ്റെ തൊലി കട്ടയാക്കിയിട്ട് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. കൂടാതെ 2 ടേബിൾ സ്പൂണ് ഉലുവയും കൂടെ എടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. കണ്ടില്ല, പഴത്തൊലി ഉണ്ട്, എഗ് ഷെല്ലുണ്ട്, പിന്നെ ബീട്രൂട്ടിൻ്റെ തൊലി, പിന്നെ സവാള 2-3 സവാളയുടെ തൊലി ഉണ്ട് കേട്ടോ. പിന്നെ അതിൽ കൂടെ ഞാൻ ചേർത്തിട്ടുള്ളത് 2-3 വെളുത്തുള്ളി അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഞാൻ നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ രാത്രിയിൽ തിളപ്പിച്ചെടുത്തതാണ്. എന്നിട്ട് പിറ്റേ ദിവസം അത് ഞാൻ ഒരു സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുത്തിട്ടും അരിച്ചിട്ടും മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് വേണമെങ്കിൽ നമുക്ക് ചെടികളുടെ കടകളിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് മണ്ണിട്ട് മൂടി കൊടുക്കാം കേട്ടോ. ഇനി ഉലുവ തിളപ്പിച്ചതും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉലുവ ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കീടങ്ങളൊക്കെ നശിപ്പിക്കാൻ നല്ലതാണ് കേട്ടോ. ഉലുവ മാത്രമല്ല, ചെടികളൊക്കെ നന്നായിട്ട് ഫ്ലവർ ചെയ്യാനും നല്ലതാണ്. ഇപ്പോൾ ഞാനിതെല്ലാം കൂടെ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൽ കൂടെ കുറച്ച് കൂടുതലായിട്ട് വെള്ളം ചേർക്കാം. ഈ പദമൊക്കെ കാണുന്നത് നമുക്ക് ഉലുവ ചേർത്തത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു 4 ഇരട്ടി വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടാവും. എന്നിട്ട് ഞാൻ ചെടികൾക്കൊക്കെ ഒഴിച്ച് കൊടുക്കും കേട്ടോ. ഞാനിത് ഓർക്കിഡിനൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഒഴിച്ച് കൊടുക്കുകയും ചെയ്യാം, നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. ഓർക്കിഡിന് ഒഴിച്ച് കൊടുക്കുമ്പോൾ നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നേർപ്പിച്ചിട്ട് വേണ്ട ഒഴിച്ച് കൊടുക്കാൻ. പിന്നെ എല്ലാ ചെടികൾക്കും ഇത് നമുക്ക് ഒഴിച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. നല്ലൊരു ഫെർട്ടിലൈസിങ് ആണ്. പ്ലാന്റ്സിലൊക്കെ ഉണ്ടാകുന്ന കീടങ്ങളൊക്കെ നശിപ്പിക്കാനും ഈ ഉലുവ ഇതിൽ ചേർക്കുന്നത് കൊണ്ട് നല്ലതാണ് കേട്ടോ. ഉലുവ നമുക്ക് പ്ലാന്റ്സിൽ നന്നായിട്ട് ഫ്ലവർ ചെയ്യാനും സഹായിക്കുന്ന ഒരു സാധനമാണ്. അപ്പം നമ്മൾ ഇതുപോലൊക്കെ നമ്മൾ വീട്ടിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങൾ വെച്ചിട്ട് അതിൻ്റെ വേസ്റ്റുകളൊക്കെ വെച്ചിട്ട് നമുക്ക് നല്ല വളങ്ങളൊക്കെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഞാൻ പല രീതിയിലും വളങ്ങൾ തയ്യാറാക്കിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഫലം നമുക്ക് കാണുന്നുണ്ട്. ചെടികളൊക്കെ നല്ല ഗ്രോത്തായിട്ട് വരികയും അതുപോലെ തന്നെ ഫ്ലവർ ചെയ്യുകയും എല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ. ഗ്രൗണ്ട് ഓർക്കിഡിനായാലും എല്ലാ ചെടികൾക്കും, ബോഗൺവില്ലാസ് എല്ലാ ചെടികൾക്കും പറ്റിയ നല്ലൊരു ഫെർട്ടിലൈസിങ് ആണ്. റോസ്, അഡേനിയം എല്ലാത്തിനും പറ്റിയ നല്ല ഫെർട്ടിലൈസിങ് ആണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങളൊന്ന് ട്രൈ ആക്കി നോക്കാം. പലർക്കും അറിയുന്നതായിരിക്കും, എന്നാലും ഞാൻ ചെയ്ത ഒരു ഫെർട്ടിലൈസിങ്ങിനെ കുറിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻസൊക്കെ ഒന്ന് അറിയിക്കാൻ എല്ലാവരും തയ്യാറാവണം കേട്ടോ. അപ്പം ഇനി സബ്സ്ക്രൈബ് ചെയ്യാണ്ടൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം താങ്ക് യു, ബൈ ബൈ.